ഏതായാലും ഇതിനൊരു തീരുമാനമാകാതെ ഇവനെ ഇവിടെ നിന്നും വിടരുത്. ഇവന് 2-3 കൂട്ടുകാര് കൂടിയുണ്ട്. അവന്മാരെയും കൂടി പിടിക്കണം. നാട് നശിപ്പിക്കാൻ ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. കൂടി നിന്നവർ ഓരോന്നൊക്കെ പറഞ്ഞു. മഹിയെ വെറുതെ വിടാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഗിരി സാറിനെ വിളിക്ക്. സാറ് വരട്ടെ. പുന്നാരപുത്രന്റെ തോന്നിവാസം നമുക്ക് സാറിനോട് തന്നെ പറയാം. കൂട്ടത്തിൽ അല്പം പ്രായമുള്ള ഒരാൾ പറഞ്ഞു. അയ്യോ, അച്ഛനോ? അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വെച്ച് തന്നെ എന്നെ ശരിയാക്കും. അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടൂടാ. അവൻ ആലോചിച്ചു. മഹിക്ക് ആകെ പരിഭ്രാന്തിയായി. അതിലൊരാൾ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. അയ്യോ ചേട്ടാ, അച്ഛനെ വിളിക്കല്ലേ. മഹി വെപ്രാളത്തിൽ പറഞ്ഞു. ഈ തോന്നിവാസം ഇവിടെ നടക്കില്ല മോനെ. ഞാനിത് മഹിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മോളെ ശാരി, എന്താ ഇവൻ നിന്നോട് പറഞ്ഞത്? ഇവൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയോ? അതോ നിന്നോട് മോശമായി സംസാരിച്ചോ? എന്തായാലും നീ തുറന്നു പറയ്. ആരെയും പേടിക്കണ്ട മോള്. അതിലൊരു സ്ത്രീ അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ശാരിക്ക് കരച്ചിൽ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അവൾ കണ്ണീര് തുടച്ചുകൊണ്ട് മഹിയെ നോക്കി. മഹി ആകെ പേടിച്ച് വിരണ്ടു നിൽക്കുകയായിരുന്നു. അവൾ എന്തു പറയുമെന്ന് ഓർത്ത് അവന് ഭയമായി. ഞാനെന്നെ ഉപദ്രവിക്കാൻ നോക്കിയെന്ന് വല്ലോം ഇവൾ പറയുവോ? അയ്യോ, അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ പിന്നെ അത് കേസാകും. അച്ഛൻ എന്നെ പിന്നെ അവൻ അവനോട് തന്നെ പറഞ്ഞു. എന്തെങ്കിലും കള്ളം പറയും മഹി, ഇല്ലെങ്കിൽ നീ പെടും. അവൻ വീണ്ടും സ്വയം പറഞ്ഞു. നിന്നെ അവൻ ഉപദ്രവിച്ചു അല്ലേ? അതല്ലേ മോൾ കരയുന്നത്? ഇത് ഇവിടെ ഒന്നും തീരില്ല. എല്ലാവരും വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. ഇത് കേൾക്കേണ്ട താമസം മാത്രമേ മഹിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, ഞാൻ പറയാം കാര്യം. മഹി ചാടി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ ശാരികയോട് ഒരു കാര്യം പറയാൻ. അവൻ പറഞ്ഞു തീർത്തില്ല. അതിനിടയിൽ ഒരാൾ കലിപ്പിൽ പറഞ്ഞു. അതിനാണോ ഇവള് കരഞ്ഞത്? പ്രശ്നം ഗുരുതരമാകുമെന്ന ബോധം അപ്പോഴാണ് ശാരികയ്ക്ക് വന്നത്. ഇതിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവന്റെ അച്ഛൻ വരട്ടെ, ബാക്കി അങ്ങോരോട് പറയാം. ഇല്ലെങ്കിൽ പോലീസ് വരട്ടെ, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. അതെ, ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാവർക്കും അതേ അഭിപ്രായമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് തടിയൂരിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഒന്നും നിന്റെ കയ്യിൽ നിൽക്കില്ല മഹി. അവന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. ശാരിക്ക് മാത്രമേ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റൂ. അത് ഇരുവർക്കും അറിയായിരുന്നു. ശാരി തന്നെ അതിന് മുൻകൈ എടുക്കാൻ മുതിർന്നു. മഹി എന്നെ ശാരികയെ വേണ്ട, ഞാൻ പറഞ്ഞോളാം. അവള് തന്നെ കുറിച്ച് നല്ലതൊന്നും പറയില്ല എന്നാണ് അവൻ കരുതിയത്. അവള് പണി തരാനേ നോക്കൂ എന്ന് അവന് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് ശല്യം ചെയ്തിട്ടുണ്ട് അവൻ അവളെ. ഞാൻ പറയാം, ആരും പ്രശ്നമുണ്ടാക്കരുത്. എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് കേൾക്കണം. ശാരിക കരഞ്ഞത് ഞാൻ കാരണമാണ്. പക്ഷെ അതിന് പിന്നിൽ മഹി പറഞ്ഞു. നിന്ന് കഥാപ്രസംഗം നടത്താതെ കാര്യം പറയടാ. ഒരാൾ ദേഷ്യപ്പെട്ടു. ഇതിനിടയിൽ ആരോ മഹിക്ക് നല്ലൊരു പണി ഒപ്പിച്ചിരുന്നു. അവന്റെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു കൊടുത്തു. അയാൾ നാട്ടിൽ വന്ന ഉടനെ ആയിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, ഞാൻ ഇവളുടെ പിന്നാലെ നടന്നത് എനിക്കിവളെ ഇഷ്ടമായത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു മറുപടി മഹിയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ശാരിക പോലും. പക്ഷെ അവൾക്കറിയായിരുന്നു മഹി രക്ഷപ്പെടാൻ കള്ളം പറയുന്നതാണെന്ന്. നീ എന്താ പറഞ്ഞത്? അതെ ചേട്ടാ, എനിക്ക് ശാരികയെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് അവളോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അവളോട് സംസാരിക്കാനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. മഹി ഇല്ലാത്ത ദുഃഖം മുഖത്ത് വരുത്തി. ഇത് സത്യമാണോ മോളെ? അതിലൊരാൾ അവളെ നോക്കി. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശാരി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. സത്യമാണ്. പക്ഷെ ശാരിയോട് ആരും ഇത് ചോദിക്കണ്ട. അവൾക്കൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ നിനക്ക് ആലോചനയായിട്ട് ചെന്നാൽ എന്താ? ഇങ്ങനെ പുറകെ നടക്കുന്നതിലും അന്തസ്സല്ലേ അത്? കൂട്ടത്തിൽ ഒരു സ്ത്രീ ചോദിച്ചു. അച്ഛൻ സമ്മതിക്കില്ല. എല്ലാവർക്കും അറിയാലോ ശാരികയുടെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം. വെറുതെ എന്തിനാ ഞാൻ എല്ലാവരുടെയും സമാധാനം കളയുന്നത്? എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ഇഷ്ടം ശാരികയൊന്ന് അറിയിക്കണം, അത്രമാത്രം. അല്ലാതെ അവളെ വിവാഹം കഴിക്കാനോ പ്രണയിച്ച് നടക്കാനോ ഒന്നും, അങ്ങനെ ഒന്നിനും വേണ്ടി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. മഹി അവൻ്റെ അഭിനയം തകർത്ത കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഇതിപ്പോ എന്ത് ചെയ്യുമെന്ന കുഴപ്പത്തിലായിരുന്നു. നിനക്ക് ശാരിയെ ഇഷ്ടമാണെങ്കിൽ നിന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം. ആരാണത് പറഞ്ഞത് എന്ന് അറിയില്ല. ഏതായാലും മഹി അത് കേട്ടു ഞെട്ടി. അവൻ വേഗം തിരിഞ്ഞു. പിന്നെ പറഞ്ഞു. അയ്യോ വേണ്ട. അതെന്താ? അത് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പ്രശ്നം. പിന്നെ അച്ഛൻ്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എൻ്റെ പേരിൽ പ്രശ്നം വേണ്ട. എൻ്റെ ഇഷ്ടം ശാരി അറിഞ്ഞല്ലോ, അത് മതി. ഇനി ഞാൻ ശാരിയുടെ പിന്നാലെ വരില്ല. ഒരുവിധം അവൻ പറഞ്ഞൊപ്പിച്ചു. പ്രശ്നമാകുവോ? മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആളുകളെ നോക്കി മഹി മനസ്സിൽ പറഞ്ഞു. മണ്ടന്മാര്, ഇത്രയേ ഉള്ളായിരുന്നോ കാര്യം? ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കുറേ എണ്ണം. അവൻ്റെ ഉള്ളിൽ അവരോട് നിറയെ പുച്ഛമായിരുന്നു. ശാരികയുടെ മുഖം പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെയായിരുന്നു. മഹി അവളെ നോക്കി. പിന്നെ പ്രേമിക്കാൻ? എൻ്റെ പട്ടി പ്രേമിക്കും നിന്നെ. ആരെങ്കിലും പ്രേമിക്കൂടി നിന്നെ? മറ്റുള്ളവരുടെ നാശം കാണാനുണ്ടായ പിശാച്. എന്നെയൊക്കെ കെട്ടാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? എനിക്ക് വേണ്ടി എൻ്റെ നിധി വീട്ടിൽ കാത്തിരിപ്പുണ്ട്. ഏതായാലും നാട്ടുകാർ മണ്ടന്മാരെ വിശ്വസിച്ചു. പാവം ശാരി എൻ്റെ ഇഷ്ടം സത്യമാണെന്ന് കരുതി സന്തോഷിക്കുന്നുണ്ടാകും. മഹി അവളെക്കുറിച്ച് ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു. ഞാൻ പോട്ടെ. പോട്ടെ ശാരി. ഇനി ഞാൻ നിനക്കൊരു ശല്യമാകില്ല. അവസാനം സിനിമയിൽ എന്ന പോലെ ഒരു ഡയലോഗ്. പിന്നെ മഹി പതിയെ അവിടെ നിന്നും അവൻ്റെ ബൈക്ക് ഉള്ള ഭാഗത്തേക്ക് നടക്കാൻ ഒരുങ്ങി. പക്ഷേ